മുരടിപ്പെന്ന CPI സംഘടനാ റിപ്പോർട്ട്. ചില നേതാക്കൾ ഒരേ പദവിയിൽ നിന്ന് മാറുന്നില്ല. ചിലർ പാർട്ടി ഉപയോഗിച്ച് പണം ഉണ്ടാക്കുന്നുവെന്നും സംഘടനാ റിപ്പോർട്ടിൽ വിമർശനമുയരുന്നു. സംഘടനാ റിപ്പോർട്ടിന്റെ പകർപ്പ് ഇപ്പോൾ റിപ്പോർട്ടറിന് ലഭിച്ചിരിക്കുകയാണ്. ആദിൽ പാലോടാണ് വിവരങ്ങളുമായി ചേരുന്നത്. ആദിൽ, വെരി ഗുഡ് ഈവനിങ്. സംഘടനാ റിപ്പോർട്ടിൽ സ്വയം വിമർശനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്. മാത്രമല്ല, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ചില നേതാക്കൾ ഒരേ പദവിയിൽ നിന്ന് മാറുന്നില്ല എന്നതാണ്. അതാരെയാണ് ഉദ്ദേശിക്കുന്നത്? മാത്രമല്ല, ചിലർ പാർട്ടി ഉപയോഗിച്ച് പണം ഉണ്ടാക്കുന്നു എന്ന ഗുരുതര വിമർശനവും ഈ സംഘടനാ റിപ്പോർട്ടിലുണ്ട്. വിശദാംശങ്ങൾ എന്താണ്? ഗുരുതരമായ വിമർശനങ്ങൾ ഉൾക്കൊള്ളുന്ന സംഘടനാ റിപ്പോർട്ടാണ് റിപ്പോർട്ടർ ടിവിക്ക് ലഭിച്ചിരിക്കുന്നത്. മത്സരിക്കാൻ സീറ്റ് കിട്ടാത്തവർ പാർട്ടി വിടുന്നു എന്ന വിമർശനം കൂടിയുണ്ട്. ചിലർ പാർട്ടിയെ ഉപയോഗിച്ച് പണം ഉണ്ടാക്കുകയാണ്. ചില നേതാക്കൾ ഒരേ പദവിയിൽ നിന്ന് മാറുന്നില്ല. മാത്രമല്ല, നിരവധി വിമർശനങ്ങൾ. ബഹുജന പ്രവർത്തന പരിചയമില്ലാത്ത ആളുകൾ മത്സര രംഗത്തെത്തുന്നത് പാർട്ടിയുടെ വിശ്വാസ്യതയെ തന്നെ ബാധിക്കുന്ന സാഹചര്യമുണ്ട്. തെരഞ്ഞെടുപ്പ് പരാജയങ്ങൾ അത് പാർട്ടിയുടെ സ്വാധീനം കുറയുന്നതിന് തെളിവാണ് എന്ന സ്വയം വിമർശനം കൂടി ഈ റിപ്പോർട്ടിൽ പറയുന്നു. ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങാൻ പാർട്ടിക്ക് കഴിയുന്നില്ല എന്ന സ്വയം വിമർശനമുണ്ട്. പാർട്ടിയിൽ പാർലമെന്ററി വ്യാമോഹം വർദ്ധിക്കുകയാണ്. പാർട്ടിയെ ശക്തിപ്പെടുത്താൻ എടുക്കുന്ന തീരുമാനങ്ങൾ നടപ്പാക്കാൻ അടിത്തട്ടിലെ പാർട്ടി പ്രവർത്തകർക്ക് കഴിയുന്നില്ല, ഘടകങ്ങൾക്ക് കഴിയുന്നില്ല എന്ന് തുടങ്ങിയുള്ള രൂക്ഷമായ വിമർശനങ്ങളും സ്വയം വിമർശനങ്ങളുമാണ് ഈ സംഘടനാ റിപ്പോർട്ടിൽ ഉള്ളത്. ഏതായാലും പാർട്ടി കോൺഗ്രസ് ഇന്ന് തുടങ്ങുകയാണ്. പ്രതിനിധി സമ്മേളനങ്ങൾ നാളെ ആണ് ആരംഭിക്കുക. ഇന്ന് പൊതുസമ്മേളനമായിരുന്നു ചണ്ഡീഗഡിൽ തുടങ്ങിയത്. ഇന്നിപ്പോൾ അല്പസമയം കൂടി കഴിയുമ്പോൾ എക്സിക്യൂട്ടീവിന്റെയും ദേശീയ കൌൺസിലിന്റെയും യോഗങ്ങൾ ചേർന്ന് നാളത്തെ തയ്യാറെടുപ്പുകൾ വിലയിരുത്തുകയും പ്രതിനിധി സമ്മേളനത്തിന്റെ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്യും. ഏതായാലും അതിലേക്ക് ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ സംഘടനാ റിപ്പോർട്ട് കൂടി പുറത്തുവരുന്നത്. സംഘടനാ റിപ്പോർട്ടിലാണ് അതിരൂക്ഷമായ വിമർശനങ്ങൾ ഉള്ളത്. വിനീത, ശരി. ഏതായാലും സംഘടനാ റിപ്പോർട്ടിൽ ഉൾപ്പെടെ ചർച്ചകൾ ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. പാർട്ടി കോൺഗ്രസ് വേദിയിൽ നിന്നും ആദിൽ പാലോടാണ് വിവരങ്ങൾ നൽകിയത്.